നമസ്കാരം. ക്രോസ് ഫയറിൽ നമുക്കൊപ്പം എൻ പ്രശാന്ത് IAS. സ്വാഗതം ബ്രോ. നമസ്കാരം. സസ്പെൻഷനിലാണ്, സസ്പെൻഷൻ നീട്ടിയിരിക്കുകയാണ് 120 ദിവസം കൂടി. കൃത്യമായി ഒരു മറുപടി കൊടുത്തിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതൊരു നറേറ്റീവാണ്. അത് എനിക്ക് തോന്നുന്നു മറുപടി 7 മറുപടി കൊടുത്തു. അത് മറുപടിയായിരുന്നോ? ഒരു ഒരു ഡിസിപ്ലിനറി ആക്ഷന് നമുക്കൊരു എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് തിരിച്ച് സമസ്താപരാധം ഏറ്റു പറഞ്ഞ് അങ്ങനെയല്ല റിപ്ലൈ കൊടുക്കുക. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇന്ത്യയിൽ ഡിസിപ്ലിനറി ആക്ഷൻ നടക്കുന്നതും. അത് നമ്മൾ റിപ്ലൈ കൊടുക്കും. റിപ്ലൈ കൊടുക്കുമ്പോൾ ഒബ്ജക്ഷൻസ് റേസ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുക, എന്തുകൊണ്ട് നമ്മുടെ ഭാഗം ശരിയാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കൂടുതൽ നമുക്ക് അന്നേരം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും. ചിലപ്പോൾ ഇപ്പൊ ഈ കേസിൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പാസ് ഓൺ ചെയ്തിട്ടില്ല, അപ്പൊ കൂടുതൽ വിവരം ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ആവശ്യപ്പെട്ടു. ആദ്യം അതിന് മറുപടി വന്നില്ല. അങ്ങനെ തരാതിരുന്നപ്പോൾ DOPTയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെ സർക്കുലറുകൾ വെച്ചിട്ട് വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പൊ മറുപടി തന്നു. പക്ഷെ ആ മറുപടിയിൽ ഡോക്യുമെന്റ്സ് തരാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ വീണ്ടും സുപ്രീം കോടതി വിധികളും മറ്റും ഉദ്ധരിച്ചിട്ട് വീണ്ടും കൊടുത്തു, തന്നേ പറ്റൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെ തന്നു. അത് കാലതാമസം. അപ്പൊ ആദ്യം തന്നിരുന്നെങ്കിൽ അതിന്റെ പോയിന്റും കൂടി എനിക്ക് ആദ്യം പറഞ്ഞ് തീർക്കാമായിരുന്നു. പക്ഷെ ആ ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഒഴിച്ച് പ്രൊസീജിയർ ഫോളോ ചെയ്തതിനെ കുറിച്ചാണെങ്കിലും നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും മറുപടികൾ കൊടുത്തിട്ടുണ്ട്. 6 മറുപടികൾ അതിനു മുമ്പ് കൊടുത്തു. ഈ 6 മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷൻ എനിക്കെതിരെ എടുത്തതിലുള്ള പോരായ്മകൾ അതല്ലേ പറഞ്ഞിരിക്കുന്നത്? അതല്ലാതെ ഈ ആരോപിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം കുറ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞ. അതെന്ത് വിശദീകരണമാണ്? 7 ക്ലിയർ റിപ്ലൈസ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മീഡിയയിൽ ഇങ്ങനെ ഒരു നെറേറ്റീവ് വന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അത് ആരാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള സാധനം പ്ലാൻ ചെയ്യുന്നതെന്ന് എനിക്കും അത്ഭുതമുണ്ട്. കാരണം എല്ലാ മീഡിയയിലും പൊതുവെ എന്തോ ഞാൻ മറുപടി കൊടുത്തിട്ടില്ല, ഒരു മഹാകശ്മലനാണ്, അഹങ്കാരിയാണ് എന്ന രീതിയിൽ ഒരു നെറേറ്റീവ് വരുത്താൻ ഒരു ശ്രമം നടന്നതായിട്ട് എനിക്ക്. അതായത് ഈ നടപടിയെ ചോദ്യം ചെയ്യുക മാത്രമാണ്, ചോദ്യങ്ങളാണ് ചോദിച്ചത്. അല്ല, അതൊക്കെ തെറ്റാണ്. വളരെ വ്യക്തമായിട്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട്, ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് ഫേസ്ബുക്കിൽ പരാമർശിച്ചു. അതിനെക്കുറിച്ച് പബ്ലിക്കിനോട് എന്താണ് പറയാനുള്ളത്? ഇനി ഒരു സിസ്റ്റത്തിന്റെ കൊടുക്കുന്ന മറുപടിക്കും അപ്പുറം പബ്ലിക്കിനോട് എന്താണ് പറയാനുള്ളത്? അതൊരു അച്ചടക്ക ലംഘനം തന്നെയല്ലേ? ഒരു മേലുദ്യോഗസ്ഥനോട് ഉപയോഗിക്കേണ്ട, വിമർശിക്കേണ്ട ഭാഷ അതായിരുന്നു. 1-2 കാര്യങ്ങൾ ഇവിടെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒന്ന്, മേലുദ്യോഗസ്ഥൻ എന്നുള്ള പ്രയോഗം ഡോക്ടർ ജയതിലകിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അദ്ദേഹം എന്റെ മേലുദ്യോഗസ്ഥനല്ല. ഇത് പലർക്കും മനസ്സിലാവുന്നില്ല. മേലുദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സർവീസിലെ സീനിയറായ എല്ലാവരും മേലുദ്യോഗസ്ഥരൊന്നും അല്ല. എന്റെ സീനിയർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ B. അശോക്. അദ്ദേഹമാണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ. ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കാറുണ്ട്. അപ്പൊ ഹീ ഈസ് മൈ ബോസ്. അല്ലാതെ ഫിനാൻസിലുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്റെ ബോസ് അല്ല. അങ്ങനെയല്ല IAS വർക്ക് ചെയ്യുന്നതും. കാരണം IASനകത്ത് വിവിധ വകുപ്പുകളുണ്ട്. നമ്മളിപ്പം മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. ചിലപ്പോൾ വളരെ ഘോരഘോരം തർക്കിക്കുകയൊക്കെ ചെയ്യും മറ്റു വകുപ്പുകളൊക്കെ ആയിട്ട്. അയ്യോ, അത് സീനിയറാണ്, അദ്ദേഹം പറയുന്നത് കൊണ്ട് അതിന് സമ്മതിച്ചു കൊടുക്കണമെന്നൊന്നും അങ്ങനെയല്ല. ഞങ്ങളുടെ വകുപ്പിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ മിനിസ്റ്ററുടെ ഡയറക്ഷൻ പ്രകാരമായിരിക്കും ഞങ്ങൾ അവിടെ മീറ്റിങ്ങുകളിൽ അവതരിപ്പിക്കുക. സുപ്പീരിയർ ഓഫീസർ എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ അതുകൊണ്ട് ഇൻസബോർഡിനേഷനോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അവിടെ ഉദിക്കുന്നേ ഇല്ല. രണ്ടാമത്, മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന കൂട്ടാണ്. അതിന്റെ അർത്ഥം യഥാർത്ഥത്തിലുള്ള പ്രധാനമന്ത്രിയെ കുറിച്ചാണെന്നോ അല്ലെങ്കിൽ ഒരു മനോരോഗിയെ കുറിച്ചാണെന്നോ അല്ല. മാടമ്പള്ളിയിലെ മനോരോഗി ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. പബ്ലിക്കിന്റെ അടുത്ത് ഉള്ള എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുന്നത്. പബ്ലിക്കിന് അതൊക്കെ അറിയാം. ഇതൊക്കെ മനസ്സിലാവാത്തവർക്ക് അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്നവർക്ക് അത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുകയില്ല. കാരണം ഇതൊരു പ്രയോഗമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെയാണോ സംശയിക്കുന്നത് അതല്ല, മറ്റൊരു വ്യക്തിയാണ്. അതാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം, അല്ലേ? നമ്മൾ idioms and phrases എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ പ്രയോഗം മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ സിനിമ കാണണം, അല്ലെങ്കിൽ മലയാള ഭാഷ കുറച്ച് പരിചയം വേണം. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് പിന്നെ എന്താ പറയുക, ഉറക്കം നടിക്കുന്നവർക്കും ഒന്നും ഇത് മനസ്സിലാവില്ല. ഈ മാടമ്പള്ളിയെ എടുത്തു മാറ്റിയിട്ട് മനോരോഗി മാത്രം എടുത്ത്, മാടമ്പള്ളിയിലെ തറവാട്ടിലുള്ള ആളാണോ ഇദ്ദേഹം? അല്ലല്ലോ. ഇറ്റ്സ് എ പ്രയോഗം. വിശദീകരണം ചോദിക്കുന്നവർക്ക് അതറിയില്ലേ? ഇവർ തന്നെ പരാതി കൊടുക്കാതെയാണ് ഈ എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്നതെന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. ഇവര് പരാതി കൊടുത്തിട്ടില്ല. ജയതിലകാണെങ്കിലും K. ഗോപാലകൃഷ്ണനാണെങ്കിലും താങ്കൾക്കെതിരെ പരാതിയൊന്നും കൊടുക്കാതെയാണ് എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് താങ്കളുടെ ഒരു ആർഗ്യുമെന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആർക്കാണ് ഇതിൽ പ്രശ്നം? എനിക്കറിയില്ല ആർക്കാണ് ഇതിൽ പ്രശ്നമാണ്. കാരണം
കെ ഗോപാലകൃഷ്ണന്റെ മാനം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് വിഷമമുണ്ടായി എന്ന് ഇത്രയും എണ്ണപ്പെടുന്നത് ആരാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എവിടെയും പരാതിപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഡോക്ടർ ജയതിലകും എവിടെയും പരാതിപ്പെട്ടതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ ഡെറഗേറ്ററി കമന്റ്സ് അല്ലെങ്കിൽ ഒരാൾക്ക് വിഷമം തോന്നുന്ന അയാളാണ് അത് പറയേണ്ടത്. മൂന്നാമതൊരാൾ വന്നിട്ട് അവർക്ക് വിഷമമായി എന്നും പറഞ്ഞിട്ട്, എസ്പെഷ്യലി ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് കൂടെയാണ്. ഒരു പ്രസിഡന്റ് ആണെന്നും കൂടെ എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം പരസ്പരം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൽ മൂന്നാമതൊരാൾ വന്നിട്ട് പറയാണ്, മറ്റേ ആളെ നിങ്ങൾ വിഷമിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നാക്ക് ഞാൻ അരിയും, നിങ്ങളെ ഞാൻ നിയന്ത്രിക്കും എന്ന് പറയുന്നത് എത്രത്തോളം ശുഭസൂചകമാണെന്ന് നമ്മൾ തന്നെ ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം ഭരണഘടനയിലും ആർട്ടിക്കിൾ 19(1) പ്രകാരം പ്രകാരം നമുക്ക് സംസാര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് പറയുന്നത് 19(2)ലാണ്. അപ്പൊ 19(2)ല് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 9 കാര്യങ്ങൾക്കാണ് കണ്ടീഷൻ, എന്തെങ്കിലും നിയന്ത്രണം വെക്കാവുന്നത്. ആ 9 എന്താണ്? ദേശസുരക്ഷ, രാജ്യത്തിന്റെ അഖണ്ഡത, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ക്രൈം ഇൻസൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിഫമേഷൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് വളരെ വ്യക്തമായിട്ട് പറയേണ്ടത്. അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഈ 9 ഐറ്റം അല്ലാതെ 10ാമതൊരു ഐറ്റത്തിന് വേണ്ടി, അതായത് IAS-കാരുടെ മാനം, അങ്ങനെ ഒരു സാധനം അതിനകത്ത് ഇല്ല. ആരുടെ മാനമാണെങ്കിൽ ഡിഫമേഷന്റെ പ്രൊവിഷൻ അതിനകത്തുണ്ട്. ഡിഫമേഷന്റെ പ്രൊവിഷൻ എങ്ങനെയാണ്? ആ ഡിഫമേഷൻ തോന്നിയ ആൾ വേണം അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് ഈ ഇന്ത്യ രാജ്യത്തിലുള്ള നിയമം. അങ്ങനെയാണ്. അവർക്ക് പരാതി ഇല്ലെങ്കിൽ അതിപ്പോ താങ്കൾക്കെതിരെ ഒരു ആസൂത്രിതമായാണോ ഈ നടപടികളൊക്കെ? എന്താണ് തോന്നുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞ എനിക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല. എൻ്റെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെന്തുകൊണ്ടാണ് എന്നൊക്കെ സിസ്റ്റത്തിൽ ഇരിക്കുന്നവരാണ് ശരിക്കും ആലോചിക്കേണ്ടത്. സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഒരു റൂൾസ്, നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ സർവീസിലിരിക്കുന്ന എനിക്ക് മാത്രം ബാധകമായതല്ല. ഇത് ഈ ഭരണചക്രം കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും, ഗവൺമെന്റിനും ബാധകമാണ്. ഈ റൂൾസ് എന്ന് പറഞ്ഞാൽ ചിലരുടെ വിചാരം ഇപ്പൊ ഈ കോണ്ടക്ട് റൂൾസ്, സിവിൽ സർവീസ് കോണ്ടക്ട് റൂൾസ് ഉണ്ട്, ഞങ്ങളുടെ കോണ്ടക്ട് റൂൾസ് ഉണ്ട്, ഞങ്ങളുടെ ഡിസിപ്ലിനറി ആക്ഷന്റെ റൂൾസ് ഉണ്ട്, സിവിൽ സർവീസ് ആക്ട് ഉണ്ട്. ഇത് മുഴുവനും IAS-കാരെ നിയന്ത്രിക്കാനാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. IAS-കാരെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന ഗവൺമെന്റിന്റെ പവറും കൂടെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അപ്പൊ രണ്ടുപേർക്കും ബാധകമാണ്. ഒരു സ്ക്രൂട്ടിനി വരുമ്പം IAS-കാരെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന്റെ പുറത്ത് മാത്രമല്ല സ്ക്രൂട്ടിനി വരേണ്ടത്. ഈ റൂൾസ് അനുസരിക്കുന്നുണ്ടോ, കാഡർ റൂൾസ് അനുസരിക്കുന്നുണ്ടോ, മറ്റ് അനവധി റൂളുകളുണ്ട്. ഈ റൂളുകളെല്ലാം ഗവൺമെന്റുകളും കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ടോ എന്നുള്ള സ്ക്രൂട്ടിനിയൊക്കെ സത്യത്തിൽ വേണ്ടുന്നതാണ്. ഈ നടപടിക്കെതിരെ ഇത്തരം ചോദ്യങ്ങൾ താങ്കൾ ചോദിച്ചു, അവിടെ ചൂണ്ടിക്കാട്ടി. ഇതിനോടകം തന്നെ ആ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടെങ്കിലും അതിന് മറുപടി കിട്ടിയിട്ടില്ല. അതിനെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇതില് ട്രിബ്യൂണലിനെ സമീപിക്കും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഗവൺമെന്റിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഗവൺമെന്റിൽ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിൽ തന്നെ എഴുതി ഇപ്പോ റെക്കോർഡ്സ് തരില്ല എന്ന് പറഞ്ഞ സ്റ്റാൻഡാണ്. റെക്കോർഡ്സ് തരില്ല എന്നല്ല, ആദ്യം ഞാനിത് ചില രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ ആ കത്തിന് മറുപടി പോലും തരില്ല എന്നാണ് മാധ്യമങ്ങൾ വഴി പലരും നമുക്ക് ഒരു ഫീഡ്ബാക്ക് തന്നത്. പക്ഷെ നമുക്കറിയാം 2-3 കത്തുകുത്തൊക്കെ എഴുതി അവസാനം രേഖകൾ തരേണ്ടി വന്നല്ലോ. ഐ ബിലീവ് ഇൻ ദ സിസ്റ്റം. നമ്മള് കാര്യകാരണ സഹിതം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എനിക്ക് ക്ഷമയുണ്ട്, എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. ഐ ബിലീവ് ദ ഗവൺമെന്റ് വിൽ അണ്ടർസ്റ്റാൻഡ്. അല്ലെങ്കിൽ ഗവൺമെന്റ് സിസ്റ്റത്തിനകത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും വാശിയും ഒരു പേഴ്സണൽ ഈഗോ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ശമിക്കുമ്പോൾ ശരിയാവുന്ന മാത്രമേ എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. പരാതി കൊടുത്തില്ലെങ്കിലും ജയതിലക് ഇൻഡയറക്റ്റ് ആയി സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? ഐ ഡോണ്ട് നോ. സി, നമ്മൾ ആനിമൽ ഫാം വായിച്ചിട്ടുണ്ടെങ്കിൽ, ഓർവെലിന്റെ ആനിമൽ ഫാം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, സം പീപ്പിൾ ആർ മോർ ഈക്വൽ. എല്ലാവർക്കും സമത്വം ഉണ്ടെന്ന് പറയും, പക്ഷെ ചിലർക്ക് സമത്വം കൂടുതലായിരിക്കും. അങ്ങനെ ചിലരൊക്കെ ഉണ്ടാവും. പിന്നെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ഫെയർ ആണെന്നും എല്ലാം തികഞ്ഞാണെന്നും ഒന്നും അല്ല. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ റൈറ്റ്സ്, നമ്മുടെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നാലേ അത് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്നാൽ കിട്ടില്ല. എന്ന് വിചാരിച്ച് തൊട്ടാനും പിടിച്ചതിനും നേരെ ജുഡീഷ്യറിയിൽ പോകണമെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു ലോ ഗ്രാജുവേറ്റ് ആണ്. കോടതി പോകാൻ ഏറ്റവും എളുപ്പം എനിക്ക് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് ഈ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നമ്മളും മനസ്സിലാക്കണമല്ലോ. ഒരു ന്യായം പറഞ്ഞുകൊണ്ട്, കൃത്യമായിട്ട് എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കത്തോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം എങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് എനിക്കും അറിയണം, ജനങ്ങളും കാണണം. വേണ്ടേ?
എന്നിട്ട് നമുക്ക് ഒരു തരത്തിലും ന്യായം കിട്ടുന്നില്ല എന്ന് എനിക്കും ബോധ്യപ്പെടുന്ന ഒരു മുഹൂർത്തത്തിൽ മാത്രമല്ലേ ഞാൻ കോടതിയിൽ പോകേണ്ട കാര്യമുള്ളൂ. 120 ദിവസത്തേക്കാണ് സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത്. അപ്പം താങ്കൾക്ക് ആത്യന്തികമായി അതിനകത്ത് നഷ്ടമുണ്ട്. എന്ത് നഷ്ടമാണോ? 120 ദിവസം സസ്പെൻഷനിലാണ് താങ്കളുള്ളത്. അതെ, അതുകൊണ്ട് എനിക്കെന്ത് നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞത് പബ്ലിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് സർക്കാരിന്റെ പണം മാത്രമാണ് നഷ്ടപ്പെടുന്നത്. വേറെ ആർക്കും ആരുടെയെങ്കിലും ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആരുടെയും അങ്ങനെ പലതിനും വേണ്ടി ഇപ്പൊ സസ്പെൻഡ് ചെയ്യുന്നു, എന്തോ ശിക്ഷാ നടപടിയാണ്. ശിക്ഷാ നടപടി അല്ല സസ്പെൻഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ അല്ല, ആ സസ്പെൻഷൻ എങ്ങനെയാ കാണുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 60% ശമ്പളം വെച്ച് കിട്ടും തൽക്കാലം. ഈ സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞാൽ അന്യായമായിട്ടാണ് ഈ നടപടി എങ്കിൽ അത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇത് ഏതെങ്കിലും സമയത്ത് കൃത്യമായിട്ട് സർക്കാരിന് തന്നെ ബോധ്യപ്പെടും ഇത് അനാവശ്യമായിട്ടുള്ളതായിരുന്നു എന്ന്. അതിന് അങ്ങനെ എനിക്ക് ബോധ്യമുള്ളത് മുഴുവൻ ഞാൻ സർക്കാരിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. ലെറ്റ് ദം കൺസിഡർ. അവർക്ക് ബോധ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, തീരുമാനം എടുക്കേണ്ടവർക്ക്. ഇനി അതല്ലെങ്കിൽ തന്നെ വേറെയും നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കോടതിയും നീതിന്യായ വ്യവസ്ഥയും ഭരണഘടന നിലവിലുള്ള രാജ്യമാണല്ലോ. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും തന്നെയാണ് വിശ്വാസം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കാലഘട്ടത്തിലെ മുഴുവൻ ശമ്പളവും പഴയത് എനിക്ക് തരേണ്ടിയും വരും. അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ നഷ്ടം? നികുതി പണം അടയ്ക്കുന്നവർക്ക് മാത്രമാണ് നഷ്ടം. പബ്ലിക് ധരിച്ചു വെച്ചിരിക്കുന്നത് സസ്പെൻഷനിലായതോടെ നമ്മളെന്തോ വലിയ ഒരു പ്രശ്നത്തിലായി പോയി, അയ്യോ കിയോ എന്ന് പറഞ്ഞിട്ട് സഹതാപവും സ്നേഹം കൊണ്ടാണ് ആൾക്കാർ അതിൽ ഒന്നും പറയാനില്ല. പക്ഷെ ആത്യന്തികമായിട്ട് ഈ നഷ്ടം ഈ സെക്ടറിനാണ്. ഇപ്പൊ ഈ കൃഷി വകുപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കാര്യത്തിലാണോ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നും കൂടെ ഒന്ന് ആലോചിക്കൂ. അവിടെ നിന്ന് എന്നെ എൻ്റെ സേവനങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ട എന്തെങ്കിലും ഉണ്ടായിരുന്നു? അപ്പൊ ഈ ഒരു വിഷയം മുഴുവനും പബ്ലിക് ഡൊമൈനിൽ വരാനുള്ള കാരണം എന്താണ്? ഞാനാണോ പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നത്? അല്ലല്ലോ. ഡോക്ടർ ജയതിലകും ഗോപാലകൃഷ്ണനും കൂടെ മാതൃഭൂമിയിൽ ഒരു ന്യൂസ് പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇത് ആദ്യമായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ വേർഷൻ പറയേണ്ടി വന്നു, കാരണം മീഡിയയിൽ വന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ ഇവർ ഫയൽ ചെയ്യുന്നുണ്ട്. ഫയലിൽ എനിക്ക് മറുപടി കൊടുക്കാൻ അറിയാമായിരുന്നല്ലോ, അത് ഞാൻ ചെയ്തേനെ. പക്ഷേ ഇവർ വളരെ ബോധപൂർവം മീഡിയയിൽ ഒരു ന്യൂസ് പ്ലാൻ ചെയ്തിട്ട് മിണ്ടാതെ അങ്ങ് മിടുക്കരായിട്ട് പൊക്കളയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ദ വേ ഇറ്റ് വിൽ വർക്ക്. അത് ആ ഫയലുകൾ കൈമാറാൻ സാധാരണയുള്ള കീഴ്വഴക്കം അനുസരിച്ച് എന്തുകൊണ്ടാണ് ജയതിലകിന് ആ ഫയലുകൾ പൂർണ്ണമായും കൈമാറാതെ മിനിസ്റ്ററുടെ ഓഫീസിലേക്ക്? അല്ല, ഈ ഡോക്ടർ ജയതിലകിനാണ് ഫയൽ കിട്ടേണ്ടതെന്ന്, അതാണ് സാധാരണ നടപടിക്രമം എന്ന് എങ്ങനെയാണ് ഈ തെറ്റിദ്ധാരണ വന്നത്? അങ്ങനെയല്ല, നോർമലി അത് അല്ല, മിനിസ്റ്റർക്ക് തന്നെയാണ്. കാരണം ഉന്നതി എന്ന് ഉന്നതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫയലുകൾ എങ്ങനെയാണ് ജയതിലകിന്റെ കയ്യിലെത്തുന്നത്? അല്ല, ഇതൊക്കെ തെറ്റിദ്ധാരണ കേട്ടോ. അങ്ങനല്ല, എല്ലാ മിനിസ്റ്റർ അടുത്തുനിന്നാണ് ഡോക്ടർ ജയതിലകിന്. ഇത് ഇഗൈൻ ഈ പറഞ്ഞില്ലേ, സ്പിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് പലർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു ഫയലും മിസ്സിംഗ് അല്ല. അല്ല, വെരി ക്ലിയർലി ഞാൻ പറഞ്ഞുതരാമല്ലോ. ഞാന് കെ രാധാകൃഷ്ണൻ സാർ അവിടെ നിന്ന് മാറുന്ന ഒരു സമയത്താണ് ഞാൻ അന്നത്തെ ചീഫ് സെക്രട്ടറി അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത്. കാരണം ഡോക്ടർ ജയതിലകിനെ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പാടാണെന്നും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത്. അപ്പോൾ ആ സമയത്ത് ഉന്നതിയുടെ അഡീഷണൽ ചാർജ് ഉണ്ടായിരിക്കും. ഉന്നതിയുടെ സകലമാന ഫയലുകളും ഞാൻ മിനിസ്റ്ററെ ഏൽപ്പിക്കും. കാരണം മിനിസ്റ്ററാണ് ഉന്നതിയുടെ ചെയർമാൻ, ഞാനാണ് CEO. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇതിനകത്ത് ഓഫീസ് ബെയറേഴ്സ് ഉള്ളത്. ബാക്കി ബോർഡ് മെമ്പറാണ്. ഡോക്ടർ ജയതിലക് ബോർഡ് മെമ്പറാണ്, ഗോപാലകൃഷ്ണൻ ബോർഡ് മെമ്പറാണ്. അവർക്കൊന്നും ഇതിൽ ഫയൽ ആക്സസ്, ആക്ച്വലി അവരല്ല കസ്റ്റോഡിയൻസ്. ഞാൻ അവിടെ നിന്ന് മാറുന്ന സമയത്ത് ഡോക്ടർ ജയതിലകിന് ഫയൽ കൊടുക്കണം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. മിനിസ്റ്റർക്കാണ് കൊടുക്കുക. മിനിസ്റ്റർക്ക് ഫുൾ ഹാൻഡ് ഓവർ ചെയ്തു. അദ്ദേഹം അതേപടി ഫുൾ ഹാൻഡ് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന് ഡോക്ടർ ജയതിലകിന് ഹാൻഡ് ഓവർ ചെയ്തു. ഡോക്ടർ ജയതിലക് ഗോപാലകൃഷ്ണന് ഹാൻഡ് ഓവർ ചെയ്തു. ഹാൻഡ് ഓവർ ചെയ്ത ആ കത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ ജയതിലക് തന്നെ പറയാണ്, മുൻ സിഇഒയുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ ഫയലുകളും റെക്കോർഡുകളുമാണ് ഇത് എന്ന് തന്നെ പറയും. എന്റെ കൈവശം ഉണ്ടായിരുന്നത് എന്ന് തന്നെ ബോധ്യപ്പെട്ടിട്ടാണ് പറയുന്നത് കേട്ടോ. ഇതെല്ലാം ഹാൻഡ് ഓവർ ചെയ്തു, എല്ലാം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം എന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹി ഹാസ് എ പ്രോബ്ലം വിത്ത് മീ, പേഴ്സണൽ ഇഷ്യൂ ആണ്. അപ്പൊ എങ്ങനെ ഒരു തരത്തിലും എന്നെ ഒരു ഉപദ്രവിക്കാനോ ഒന്നും പറ്റാതെ വന്നപ്പോഴാണ് ഗോപാലകൃഷ്ണന്റെ അടുത്ത് 2 കത്ത് എഴുതി വാങ്ങുന്നത്, ഫയൽ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അതും രസകരമാണ്. ഏത് ഫയലാണ് മിസ്സിംഗ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ് മിസ്സിംഗ് ആണെന്നൊക്കെയാണ്. ഒന്നാമത്തെ ബോർഡിന്റെ മിനിറ്റ് അല്ലേ രണ്ടാമത്തെ ബോർഡിന്റെ ഫസ്റ്റ് അജണ്ട ഐറ്റം? ഇത്ര പോലും അറിയാത്ത ആൾക്കാരാണോ ഇവരും? മാത്രമല്ല, ഇവര് രണ്ടുപേരും ബോർഡ് മെമ്പേഴ്സ് ആണെന്നും കൂടെ ഓർക്കണം. അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും ഇവർക്ക് ബോർഡിൽ കിട്ടുന്നതാണ്. അപ്പൊ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ കള്ളമാണ്, വെറുതെ എഴുതി ഉണ്ടാക്കിയാണെന്ന് സിസ്റ്റത്തിനകത്തുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഈ 2 കത്തുകൾ എഴുതി ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു 5-ാം മാസം 6-ാം മാസം ഒക്കെ ഉണ്ടാക്കി.
രേഖയില് കടലാസിൽ. പക്ഷെ ഇത് സത്യത്തിൽ ഉണ്ടാക്കിയത് 8ാം മാസമാണ്. 8ാം മാസമാണ്. നമ്മൾ ഈ ഡിജിറ്റൽ റെക്കോർഡ് നോക്കുമ്പോൾ അറിയാം, രണ്ടും ഒരു ദിവസം തന്നെ ഒരു സമയത്ത് തന്നെ ഡോക്ടർ ജയതിലകിന്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഈ ഓഫീസിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതും എപ്പോഴാണ് ഇവര് രണ്ടുപേരും ട്രാൻസ്ഫർ ഓർഡേഴ്സ് വരാറായപ്പോൾ. അപ്പൊ പോകുന്നതിന് മുമ്പ് വേഗം ഒരു തരികയുടെ പരിപാടി നടത്തിയിട്ട് ഭയങ്കര ഓവർ സ്മാർട്ട് ആയിപ്പോയി. പക്ഷെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഓഫീസിൽ മെറ്റാ ഡാറ്റ ഉണ്ട്, ടൈം സ്റ്റാമ്പ് ഉണ്ട്, എല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്റെ മഹാഭാഗ്യത്തിനാണ് ഇവർക്ക് അധികം ടെക്നോളജിയെ പറ്റി അറിവില്ലാത്തത്. അതുകൊണ്ട് ഈ രേഖകളും റെക്കോർഡുകളും ഒക്കെ അവിടെ കടന്നുപോയി. ഇനി എല്ലാം പോട്ടെ, ശരിക്കും ഗോപാലകൃഷ്ണൻ നോക്കുമ്പോൾ ഫയൽ മിസ്സിംഗ് ആയി എന്ന് തന്നെ എടുത്തോ. അങ്ങനെയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ഫയൽ കാണാനില്ല എന്ന് ആരുടെ പറയേണ്ടത്? ഗോപാലകൃഷ്ണന് ഫയൽ കൊടുത്ത ആരാ? ഡോക്ടർ ജയതിലകാണ്. ഡോക്ടർ ജയതിലകിന്റെ അടുത്തല്ലേ ചോദിക്കുക? അപ്പൊ ഡോക്ടർ ജയതിലക് പറയാണ്, ഓ എനിക്കും ആ ഫയൽ കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹം ആരുടെ ചോദിക്കുക? മിനിസ്റ്റർ അടുത്തല്ലേ ചോദിക്കുക. അപ്പൊ മിനിസ്റ്റർ വന്നിട്ട് പറയാണ്, ഓ ശരിയാണ്, എന്റെ കയ്യിലും ഈ ഫയൽ കിട്ടിയിരുന്നില്ല. അപ്പോഴല്ലേ എന്റെ അടുത്ത് ചോദിക്കാം. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ ഡോക്ടർ ജയതിലകും ഗോപാലകൃഷ്ണനും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയക്കുകയാണ്. എന്നിട്ട് അവര് ഒറ്റയടിക്ക് ഡോക്ടർ ജയതിലക് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. ഇങ്ങേ തലപ്പത്തുള്ള മാസങ്ങൾക്ക് മുമ്പേ വകുപ്പ് വിട്ടുപോയ ഞാനാണ് കുറ്റക്കാരെന്നും പറഞ്ഞുകൊണ്ട്. ഒരു ടീമപ്പ്. ഇത് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അറിയാം, ഇത് ദിസ് ഈസ് എ ക്രിമിനൽ കോൺസ്പിറസി. ഇത് ക്രൈം ആസ്പെക്ട് ഉണ്ട് ഇതിനകത്ത്. ഇതിൽ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതിപ്പെട്ടിട്ടുള്ളതാണ്, ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഡിജിറ്റൽ റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഗൂഢാലോചന നടത്തിയിട്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? അങ്ങനെ അങ്ങ് പോകാൻ അനുവദിക്കാൻ പാടുണ്ടോ? ഒരു സംവിധാനത്തിൽ അത് പാടുണ്ടോ? അപ്പൊ ഈ എന്റെ വളരെ സിമ്പിൾ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓക്കെയാണ്. ഒരു മലയാള സിനിമയിലെ ഒരു പ്രയോഗം ഗവൺമെന്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സുക്കർബർഗിന്റെ പ്ലാറ്റ്ഫോമിൽ നടത്തിയാൽ അതൊരു വിഷയമാണ്. വേറൊന്നോട് മനസ്സിലാക്കണം, അത് ആർക്കാണ് ശരിക്കും വിഷയം, ആർക്കാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് അത് മനസ്സിലാകാൻ. ഞാൻ ഒരു സിമ്പിൾ ഇത് ചോദിക്കട്ടെ. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അവിടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഇല്ലേ? അപ്പൊ ആ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് വയലേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ഇട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ? അതിൽ നടപടി അവരെടുക്കില്ലേ? ഞാൻ ഇട്ട ഈ കമന്റ് ഒരു പൂച്ചക്കുഞ്ഞു പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. മെറ്റയുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വേറെ, സമൂഹത്തിലുള്ളത് വേറെ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഓഫീസിലുള്ള അച്ചടക്കത്തെ സംബന്ധിച്ചോ അവിടുത്തെ തീർച്ചയായിട്ടും. അപ്പൊ ഓഫീസിനകത്തുള്ള മാനുവൽ കൊണ്ടുവന്നിട്ട് മെറ്റയിൽ ഇടേണ്ട കാര്യമില്ല. നമ്മൾ എവിടെയാണോ സംസാരിക്കുന്നത് അവിടെയാണ്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന വേദിയിൽ അവിടുത്തെ കോണ്ടെക്സ്റ്റിലല്ലേ സംസാരിക്കുക. മെറ്റയിലുള്ള ഭാഷ, അവിടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഭാഷയും ലാംഗ്വേജും നോക്കിയിട്ട് സർക്കാർ ഉത്തരവിന്റെ ഫോർമാറ്റിൽ വേണം ഇവിടെ സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാനേ പറയാൻ പറ്റുള്ളൂ. യു ഹാവ് യുവർ ഫ്രീഡം ടു സ്പീക്ക് അല്ലേ? എന്ന് മാത്രമല്ല, ഈ നിർഭാഗ്യവശാൽ അത് അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലാകാത്ത പോലെയാണ് അതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന് ഈ സോഷ്യൽ മീഡിയ ലാംഗ്വേജ് പിടികിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വളരെ നല്ല അച്ചടി ഭാഷയിൽ, സർക്കാർ ഭാഷയിൽ തന്നെയാണ് ഞാൻ ഡോക്ടർ ജയതിലകിന്റെയും ഗോപാലകൃഷ്ണന്റെയും ഈ ഫയല് തിരിമറിയെ കുറിച്ചുള്ള പരാതി ഞാൻ കൊടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു നെക്സസ് ഉണ്ട് ഇതിനകത്ത്, താങ്കൾക്ക് അങ്ങനെ വിചാരിക്കുന്നു? അല്ല, ഇതില് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സിസ്റ്റം ഉണ്ടല്ലോ, സർക്കാർ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് അത്ര എപ്പോഴും ഫെയർ അല്ല എന്ന് മാത്രമല്ല, ആ ഫെയർ ആയിരിക്കണം എന്നുള്ളൊരു ബോധവും പലർക്കും ഇല്ലാതെ പോവാണ്. ഇതൊരു ക്ലബ്ബ് പോലെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇപ്പൊ ഇത് അമ്മയോ ഫെഫ്കയോ മാക്ടയോ ഒന്നും അല്ല IAS എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനകത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, റീലിടണം, എല്ലാവരും സന്തോഷം പങ്കുവെക്കണം. ഇത് അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഫയലിൽ എഴുതാൻ പാടില്ല. ഒരു കൂട്ടായ്മ, ഒരു എന്താ പറയാ, പവർ ഗ്രൂപ്പ് മാതിരിയും ചിലര് തീരുമാനിക്കും. ആ രീതിക്ക് എല്ലാം അങ്ങ് ഓടിക്കോണം, ഇല്ലെങ്കിൽ ശരിപ്പെടുത്തി കളയും. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പോ ഫെഫ്കയിലോ മാക്ടയിലോ ഒക്കെ ചെയ്യുന്നവരെ നിങ്ങളെ പുറത്തു നിർത്താനോ അല്ലെങ്കിൽ അലിഖിതമായിട്ടുള്ള ബാനൊക്കെ ഉണ്ട് അല്ലേ? അതുപോലും കോടതിയൊക്കെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോലും ചെയ്യാൻ പറ്റില്ല എന്ന്, പ്രൊഫഷണൽ ഇതിൽ പോലും പറ്റില്ല. ഇതെന്തായാലും ഒരു ക്ലബ്ബല്ല, ഇതൊരു പ്രൊഫഷണൽ കൂട്ടായ്മയല്ല. ഇത് IAS അസോസിയേഷനകത്താണെങ്കിൽ പുറത്താക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ ജോലിയാണ്, ഹാർഡ് ഏൺ ജോബാണ്, ഇറ്റ്സ് എ പ്രൊഫഷൻ. ആ പ്രൊഫഷനകത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ പുറത്ത് അവിടെ ഇങ്ങനെ സംസാരിച്ച് മറ്റേ ആളെ ഇങ്ങനെ മാനിച്ചില്ല, ഇയാളെ തൊഴുതു പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കോക്കസ് സൃഷ്ടിച്ചിട്ട് ഈ കോക്കസിനകത്ത് നിൽക്കുന്നവർക്ക് കൊള്ളാം, കൺഫേമിറ്റി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്ട്രെച്ചിങ് ടു മച്ച്. അതല്ല ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്.
അല്ലാതെ ചിലരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കലല്ല. റൂൾസ് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്? ഇപ്പം വ്യാജമായിട്ട് രേഖകൾ സൃഷ്ടിക്കുക, അത് മറ്റൊരു ഡേറ്റിൽ അപ്ലോഡ് ചെയ്യുക, ഇല്ലാത്തൊരു നറേറ്റീവ് സൃഷ്ടിക്കുക, ഒരു മാധ്യമത്തിൽ ഒരു ന്യൂസ് പ്ലാൻ ചെയ്യുക, ഇതൊക്കെയാണോ ഒരു ഓഫീസറുടെ ജോലി? ഇതല്ലല്ലോ. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഉന്നതിയുടെ സിഇഒ ആയിട്ട് അപ്പോയിന്റ് ചെയ്തതിന്റെ ഇത് ഓർഡർ വന്നിരിക്കുന്നത് ഒരു 1.5 മണിക്കൂറിനുള്ളിലാണ്. മിനിസ്റ്റർ പോലും കാണാതെ ഡോക്ടർ ജയതിലക് സ്വന്തം നിലയ്ക്ക് ഇറക്കിയിരിക്കുന്നത്. ഇത് റൂൾസ് ഓഫ് ബിസിനസിന് എഗൻസ്റ്റ് ആണ്. ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് മാനുവലിന് എഗൻസ്റ്റ് ആണ്. മിനിസ്റ്ററെ കാണിക്കാതെ എത്ര ഫയലുകളിലാണ് ഡോക്ടർ ജയതിലക് ഓർഡർ ഇട്ടിരിക്കുന്നതെന്ന് എടുത്ത് പരിശോധിച്ചാൽ കാണാം. അല്ലാതെ ഡോക്ടർ ജയതിലകോ ഗോപാലകൃഷ്ണനോ അല്ല. കെ ഗോപാലകൃഷ്ണനും താങ്കളും ഒരേ സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അതിൽ അദ്ദേഹത്തിനെതിരായ അലിഗേഷൻ അദ്ദേഹം മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അദ്ദേഹം അതിന് മറുപടി കൊടുത്തു. ആ മറുപടി അവർക്ക് കൺവിൻസിങ് ആണ് സർക്കാരിനെ സംബന്ധിച്ച്. ഇവിടെ ഒരു പക്ഷപാതിത്വം. എനിക്കറിയില്ല ഈ പറയുന്നതൊക്കെ നെറേറ്റീവ്സ്. ഇപ്പൊ ഇദ്ദേഹം മറുപടി കൊടുത്തു, കൺവിൻസ്ഡ് ആണെങ്കിൽ എന്നാൽ പിന്നെ സസ്പെൻഷൻ പിൻവലിക്കുകയല്ല വേണ്ടത്, മറ്റേ ഡിസിപ്ലിനറി ആക്ഷൻ ക്ലോസ് ചെയ്യല്ലേ വേണ്ടത്. ക്ലോസ് ചെയ്തോ എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറയുന്നത്, ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് എനിക്ക് അറിയാം വലിയ വിഷയമാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ കുറിച്ച് അന്വേഷിക്കുമ്പം മതാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന വിഷയം അല്ല, അത് എന്തിനു വേണ്ടിയും നമുക്ക് അറിയില്ലല്ലോ. ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ അതല്ല അതിനകത്ത് ശരിക്കുള്ള വിഷയം. അത് ഒരു വ്യാജമായിട്ടുള്ള പരാതി എന്തിനാണ് പോലീസിൽ കൊടുത്തത് എന്നുള്ളതും അങ്ങനെ അതിനകത്ത് നടപടിയുണ്ടോ? പോലീസിൽ നമ്മൾ ഒരു സാധാരണക്കാരൻ പോലീസിൽ വ്യാജമായിട്ടൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? ഇദ്ദേഹം വ്യാജമായിട്ടൊരു പരാതി കൊടുക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ അത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നല്ല. ആദ്യം ഹാജരാക്കിയത് മറ്റൊരു ഫോണാണ്. അപ്പൊ പോലീസ് പറഞ്ഞില്ല ഈ ഫോൺ അല്ലല്ലോ എന്ന് പറയുമ്പം മറ്റേ ഫോൺ നിന്നിട്ട് ഹാജരാക്കേണ്ടി വരുന്നു. നോക്കുമ്പോൾ അതിന്റെ തലേന്ന് 2 തവണ ഫോർമാറ്റ്, എല്ലാം കൂടെ 4 തവണ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നു. ഏത് പരാതി കൊടുത്തതിന് ശേഷം. അപ്പൊ പരാതി കൊടുത്തതിന് ശേഷം ഫോർമാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോലീസ് കാണാൻ പാടില്ലാത്ത എന്തുകൊണ്ട്? അതുകൊണ്ടല്ലേ. ഇത് കോമൺ സെൻസ് അല്ലേ? ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് മാത്രമാണോ അതിന് ഇത്രയും പാനിക്കാമെന്ന് തോന്നുന്നുണ്ടോ? ഇതില് ലോജിക്കലായ്മ നോക്കുമ്പോൾ ഇപ്പൊ താങ്കളെ പോലെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. അപ്പൊ അത് ചൂണ്ടിക്കാണിക്കപ്പെടാത്ത എന്തുകൊണ്ടാണ്? അതൊക്കെ മാധ്യമങ്ങളും ഇവിടെയുള്ള സിവിൽ സൊസൈറ്റി ഒക്കെ അല്ലേ ഇതൊക്കെ ഏറ്റെടുക്കണ്ടേ? എനിക്കറിയില്ലല്ലോ, എന്റെ പണി ഇതൊന്നുമല്ല. പക്ഷെ ഞാൻ ഇത് ചോദിച്ചുകൊണ്ട് പറയാണ്, ഞാൻ കാണുന്ന അസ്വാഭാവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഡോക്ടർ ജയതിലകും ഈ ഗോപാലകൃഷ്ണനും തമ്മിലുള്ള അടുപ്പവും അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷനും ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടയും ചക്കരയും പോലെയാണ്, മെന്ററാണ് ഇദ്ദേഹത്തിന്റെ. അപ്പൊ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് കാര്യത്തിലാണെങ്കിലും ഒരു ഗ്രൂപ്പിനകത്ത് ഒരു കോൺവെർസേഷനും പുറത്തു വന്നായിരുന്നു. വേറെ ആരോ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് പറയുന്നുമുണ്ട്. അപ്പൊ അവർ ആ ലൈനിൽ ഒന്നും ആരും ചോദിക്കാനും പറയാനും തീരുന്നു. നോബഡി കെയർസ്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം എന്താണെന്ന് അറിയാമോ? മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് പറയുന്ന പ്രയോഗം ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഇങ്ങനൊരു നടപടി നേരിട്ടു. ഇനി തുടർന്ന് ഭാഷയിലോ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടാവും? എന്തിനാ എനിക്കറിയില്ല. ഭരണഘടന അമെൻഡ് ചെയ്തതായിട്ട് എന്റെ അറിവില് ഇല്ല. അങ്ങനെ ഭരണഘടന അമെൻഡ് ചെയ്തിട്ടില്ലല്ലോ അതിനുശേഷം. മാത്രമല്ല IAS കാർക്ക് ഇന്ന് പ്രത്യേക രീതിയിൽ സംസാരിക്കാനും ചിരിക്കാനും പാടുള്ളൂ, അങ്ങനെയൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പൊതുവെ നമ്മുടെ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കൺട്രോൾ ഫ്രീക്കുകളുടെ ഒരു ഇതിലാണ്. മൊത്തം കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണം, അങ്ങനെയാണ്. അതാണ് അച്ചടക്കം എന്ന് ധരിക്കുന്നതാണ്. അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡറിനെ പറ്റി പറയുന്ന പോലെയാണ്. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ വോട്ട് ഓർഡർ എന്നും കൂടെ ചോദിക്കാം നമ്മൾ. ഇതിനെപ്പറ്റി കുറച്ച് ജൂറിസ്പ്രുഡൻസ് ഒക്കെ ചിന്തിക്കുന്ന ഒരു വോട്ട് ഓർഡർ എന്നും കൂടെ ചോദിക്കും. 120 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചിലപ്പോ ജയതിലകായിരിക്കാം ചീഫ് സെക്രട്ടറി അല്ലേ? അതാണല്ലോ അദ്ദേഹം. ഞാൻ പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഈഗോയും ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാനൊരു സംഭവമാണ്, ഞാൻ ഇന്നതാവും, അപ്പൊ ഞാൻ അങ്ങനെ ആക്കും. ഇതൊന്നും നടക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകം അല്ലെങ്കിൽ ദിസ് വേൾഡ് ഈസ് കംപ്ലീറ്റ്ലി ലൈക്ക് ലോട്ട് ഓഫ് എന്താ പറയാ ഫാക്ടേഴ്സ്. ഇതൊരു ഗെയിം തിയറി പോലല്ലേ. നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇനി ആരെന്തായാൽ പോലും ഹൗ ഡസ് ഇറ്റ് ആക്ച്വലി എഫക്ട്? ഇപ്പൊ എനിക്ക് എടുക്കുന്ന സ്റ്റാൻഡുകൾ, ഞാൻ ഇന്ന് എടുക്കുന്ന സ്റ്റാൻഡുകൾ ഇയാൾ ഇന്ന് ആവുമെന്നോ അല്ലെങ്കിൽ ഇന്ന് ഇപ്പോഴാണെങ്കിൽ പോലും ദിസ് വിൽ ബി ദ സെയിം തിങ് ഐ വിൽ ഡു. അങ്ങനെ ഒരു ഇവിടെ തന്നെ കാണും, കേന്ദ്ര സർവീസിലോട്ടൊന്നും പോകില്ല. എന്തിന്? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ, ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഇയർ US ഒരു സ്കോളർഷിപ്പ് സഹിതം ഒരു PhD അഡ്മിഷനും ഒക്കെ കഴിഞ്ഞ് ഞാൻ പോവാൻ നിൽക്കുകയാണ്. അന്ന് എന്റെ അമ്മയ്ക്ക് ഷീ ഈസ് നോട്ട് കീപ്പിംഗ് വെൽ.
ആ ഒറ്റ റീസൺ കൊണ്ടാണ് ഐ എം സ്റ്റേയിങ് ബാക്ക് ഇൻ കേരളം. അതെന്റെ പ്രയോറിറ്റിയാണ്, എന്റെ ലൈഫ് പ്രയോറിറ്റിയാണ്. അതൊന്നും ഇവരെ ഒന്നും കണ്ടിട്ടൊന്നും മാറ്റാനും ഇതാക്കാനൊന്നും എനിക്ക് സൗകര്യമൊന്നുമില്ല. എന്താണ് എൻ പ്രശാന്തന്റെ ധൈര്യം എന്നുള്ളത്? ഒരു സർക്കാർ മാറ്റം വരുന്നതാണോ ഉടൻ? അങ്ങനെ പോലും ചോദിക്കുന്നവരുണ്ട്. അവർക്കുള്ള മറുപടി അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എന്നെ മനസ്സിലാക്കിയിട്ടില്ല. 18 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഒരു സർക്കാർ വരുന്നതോ മാറുന്നതോ ആയിട്ടും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അതെന്റെ സെൽഫ് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ശരിയാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ആരെയാണ് പേടിക്കേണ്ടത്? തട്ടിക്കളയോ? ഈ കേരളമല്ലേ ഇത്? കേരളത്തിൽ അറ്റ് ദ മോസ്റ്റ് വാട്ട് വിൽ ഹാപ്പൻ? ഇതൊക്കെ തന്നെയല്ലേ. ഐ എം ഓക്കെ വിത്ത്. IAS-നകത്ത് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. നമുക്കെതിരെ നടപടി എടുക്കണമെങ്കിലും ഒക്കെ അവിടം വരെയൊക്കെ പോകണം. UPSC-യുടെ കൺകറൻസ് വേണം. ഇവിടെ IAS-നകത്തെ കൊള്ളക്കാരെ വരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു പണിയെടുക്കാതെ സെക്രട്ടേറിയറ്റിൽ ഒരു ദിവസം പോലും വരാത്ത ആൾക്കാരുണ്ട്. ഞാൻ പറയുമ്പോൾ അത്ഭുതമായിട്ട് തോന്നും. ഫാക്റ്റാണ് ഈ പറയുന്നത്. താങ്കളുടെ അറ്റൻഡൻസും പ്രശ്നമായിരുന്നു. എക്സാക്ട്ലി, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഡോക്ടർ ജയതിലക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ മഷിയിടേണ്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ SC/ST ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സമയത്ത്. ഹൈക്കോർട്ടിലുള്ള പല അഫിഡവിറ്റുകളും ഫയൽ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ അന്വേഷിച്ച് പിടിച്ച് പോകണം. ആളെ കാണാനില്ല, എവിടാന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് റെക്കോർഡ് ഇപ്പം മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നല്ലോ. മാസത്തിൽ 5 ദിവസമാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നത്. അദ്ദേഹത്തിന് വേറെ ഒരു ചുമതലയും ഉണ്ടായിരുന്നില്ല. സെക്രട്ടറി ചുമതല അല്ലാതെ പുറത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കെ എനിക്ക് ഉന്നതിയുടെ ചാർജ് ഉണ്ട്. മിനിസ്റ്റർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള പല പ്രോജക്റ്റുകളും ഫീൽഡിൽ ഈ എന്താ പറയാ നമ്മള് കോളനികളും ഒക്കെ സന്ദർശിക്കുന്നത് ഇതെല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കുമ്പടി അല്ലാത്തതുകൊണ്ട് ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവാൻ പറ്റില്ല. ഇത് മിനിസ്റ്ററുടെ അപ്രൂവലുള്ള ടൂറാണ്. ഇത് ഇദ്ദേഹവും അപ്രൂവ് ചെയ്ത് പോയി. അല്ലാതെ എനിക്ക് ശമ്പളം കിട്ടില്ലല്ലോ. ഈ സ്പാർക്കിനകത്തുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാത് മാസം അപ്രൂവ് ചെയ്യണം. അപ്പൊ ഇദ്ദേഹം അപ്രൂവ് ചെയ്തു. ചീഫ് സെക്രട്ടറി ഇദ്ദേഹം എന്റെ ഫീൽഡ് വർക്കുകളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് അന്ന് മിനിസ്റ്ററും ചീഫ് സെക്രട്ടറി ഇടപെട്ടിട്ട് ചീഫ് സെക്രട്ടറി നേരിട്ട് അപ്രൂവ് ചെയ്യുന്ന സംവിധാനം കൊണ്ടുവന്നായിരുന്നു. എന്റെ ടൂറൊക്കെ ചീഫ് സെക്രട്ടറി അപ്രൂവ് ചെയ്ത. അതിന് സൂപ്പർ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇപ്പൊ ഇദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് മാതൃഭൂമിയിൽ മനസ്സിലായത്. അതായത് എന്റെ ടൂറും ഇതൊന്നും അദ്ദേഹം അംഗീകരിക്കില്ല. അദ്ദേഹത്തിന്റെ അംഗീകാരം എനിക്ക് വേണ്ട. കാരണം ഞാൻ പണിയെടുത്തിട്ടാണ്. അറ്റ്ലീസ്റ്റ് ആ ഡിപ്പാർട്ട്മെന്റ് ആ കാലഘട്ടത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ മാക്സിമം. എന്റെ ഫാമിലി വരെ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇത്രയും അവിടെ വെള്ളം കോരുന്നത്, രാത്രി 8-9 മണി വരെയൊക്കെ എന്തിനാണ് ഞാൻ ഇരുന്ന് ചെയ്യുന്നത്? ഇപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അറ്റ് ടൈംസ് നമുക്ക് ഒരു സെക്കൻഡ് ദെൻ ഓക്കെ ഇറ്റ് വാസ് സാറ്റിസ്ഫൈങ്. അതുകൊണ്ട് അങ്ങനെ വലിയ എന്താ പറയാ റിഗ്രറ്റ് ഇല്ല. ഈ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ അമ്മയുടെ ആണെങ്കിലും ഭാര്യയുടെ ഒക്കെ ആണെങ്കിലും ഇപ്പൊ പിന്തുണ എങ്ങനെയാണ് ഈ വിഷയങ്ങളിൽ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ലേറ്റസ്റ്റ് വിഷയങ്ങളിൽ ആക്ച്വലി ഫാമിലിയാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. കാരണം അവരൊപ്പം ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും എന്നെ അങ്ങനെ ബാധിക്കാത്തത്. ഈ സ്റ്റാൻഡൊക്കെ എടുത്തു പോകാൻ പറ്റുന്ന ഒരു ലിബർട്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു ആ ഒരു പ്രിവിലേജ് കിട്ടുന്നത് അതുകൊണ്ടാണ്. എന്തെങ്കിലും വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ അമ്മ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുന്നംകുളം മാപ്പോ എന്തെങ്കിലും? കുന്നംകുളം മാപ്പിന്റെ സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട്. അന്ന് അമ്മ ഭയങ്കര വറീഡ് ആയിപ്പോയി. കാരണം ഇദ്ദേഹം MK രാഘവൻ MP അദ്ദേഹം എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്താം. അപ്പൊ അമ്മ ഭയങ്കര വറീഡ് ആയിപ്പോയി. കാരണം ഒന്ന് അമ്മ ഡോക്ടറാണ്. അപ്പൊ ഇത് നല്ല പ്രായമുള്ള ഒരു വ്യക്തി വളരെ അജിറ്റേറ്റഡ് ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അമ്മ ഇത്രയും പ്രായമായ മനുഷ്യന്റെ അടുത്താണോ നീ ഇങ്ങനെ വാശി കാണിക്കുന്നത്, അതങ്ങ് സോൾവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അതല്ല അമ്മ പറയുന്നത് ഹെൽത്ത് ആംഗിളിൽ നിന്ന് കൂടെയാണ്. അദ്ദേഹത്തെ കണ്ടിട്ട് വളരെ വീക്കായിട്ടുള്ള നീ ഇങ്ങനെ അജിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സിവിൽ സർവീസിന് രാഷ്ട്രീയത്തിലേക്ക് പോക്ക് നമ്മൾ കാണാറുണ്ട്. ഇന്ത്യയിൽ അതൊരു പതിവുണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം ഒബ്സസ്ഡ് ആണ് ഈ പൊളിറ്റിക്സിനെ പറ്റി. പൊളിറ്റിക്സ് ആണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ്. അതെന്തോ വലിയ എത്തിപ്പെടേണ്ട സ്ഥലമാണെന്നുള്ളൊരു ധാരണയും ഉണ്ട്. എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ലാതെ പൊളിറ്റിക്സ് വേറെ, ഈ പറഞ്ഞ ഈ ഇവിടെ നടക്കുന്ന പൊളിറ്റിക്സ് വേറെ. പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അതിന്റെ അർത്ഥം പാർട്ടി പൊളിറ്റിക്സ് ആണെന്ന് ഇല്ല. സത്യം പറഞ്ഞ പാർട്ടി പൊളിറ്റിക്സ് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഇതൊരു കുറച്ച് സെൽഫ് റെസ്പെക്ട് ഉള്ള ആൾക്കാർക്ക് പറ്റിയതാണോ എന്ന് വരെ സംശയം തോന്നുന്ന അവസ്ഥയിൽ എന്ന് തന്നെ പറയാം. അതിൽ വളരെ സീനിയർ ആയിട്ടുള്ള തുടർന്നു പോകുന്നവരൊക്കെ നമിച്ചു പോകും. കാരണം അങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റമാണ്. ഇടയ്ക്ക് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. പുതിയ സിനിമാ പദ്ധതികൾ എന്താണുള്ളത്? പിന്നെ വേറൊരു കാര്യം, ഈ സമയം ഈ സസ്പെൻഷൻ കാലയളവ് എന്താ ചെയ്യുന്നു?
സസ്പെൻഷൻ കാലയളവിൽ സത്യം പറഞ്ഞാൽ സമയമില്ല, നല്ല തിരക്കാണ്. കുറെ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് മുഴുവനും തീർക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഒരു തരത്തിൽ നന്നായി, കാരണം പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ കുടുംബവും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടതുണ്ട്, ഉത്തരവാദിത്തം തന്നെയാണല്ലോ. അപ്പൊ അതിൽ കുറച്ചൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞ ഒരു ബുക്കിൻ്റെതും പെൻഡിങ് ആയിട്ടുള്ളതുണ്ട്, ഒരു നോവൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കുറേ ആയി. സിനിമ 2-3 പ്രോജക്റ്റുകൾ ഡിസ്കസ് ചെയ്ത് അത് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞോട്ട് അതൊരു ടീം വർക്കാണ്. അപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് ഒത്തുവരുമ്പോഴേ അത് ഓണാവുള്ളൂ. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഒരാൾ മാത്രം സസ്പെൻഷനിലായ പോരല്ലേ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.